Good afternoon all. നമ്മൾ ലാസ്റ്റ് ഡേയിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് കോഡിംഗ് മെത്തേഡ്, ലോങ് മെത്തേഡ്, ഷോർട്ട് മെത്തേഡ് ഒക്കെ വെച്ചിട്ടുള്ള അരിത്തമെറ്റിക് മീൻ ഇവാലുവേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കോഡിംഗ് മെത്തേഡാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അത് വെച്ചിട്ടുള്ള 1-2 പ്രോബ്ലം കൂടി ചെയ്യാം. കുറച്ച് ഹോംവർക്കും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയൻ, നെക്സ്റ്റ് പോർഷൻ മീഡിയൻ എന്നുള്ള പോർഷനും അതിൻ്റെ ഡെഫിനീഷൻസ് അത് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുകയാണ് ഇന്ന് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം ഈസ് യൂസിങ് ദ ടേബിൾ ഗിവൺ ബിലോ ഫൈൻഡ് ദ മീൻ വേജ് ഓഫ് 100 എംപ്ലോയീസ് അറ്റ് ദ PR കമ്പനി. വേജസ് തന്നിട്ടുണ്ട് 250 to 259.99, ഫ്രീക്വൻസി ഈസ് 8, 260 to 269.99 frequency 10, 270 to 279.99 frequency 16, 280 to 289.99 frequency 15, 290 to 299.99 frequency 10, 300 to 309.99 frequency 8, 310 to 319.99 frequency 13, 320 to 329.99 frequency 20. For the solution we have to find a value for, first we have to write the class mark. For that the middle value of this class, so it will be this is middle value is 249.995 259.995 ആണ് വരിക. അപ്പോൾ അതിൻ്റെ ക്ലാസ് മാർക്ക് 255. ഇതിൽ ക്ലാസ് മാർക്ക് എഴുതിയിട്ടുണ്ട് 255, 265, 275, 285, 295, 305, 315, 325. അപ്പോൾ അതിൽ മിഡിൽ വാല്യൂ ആയിട്ടുള്ളത് അതാണ് നമ്മൾ എ ആയിട്ട് എടുക്കുക. ഇതിൽ ഈ ഇത്രയും വാല്യൂസിൽ മിഡിലായിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ എ ആയിട്ട് എടുക്കുക. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയി U0 ആവും. മുകളിലേക്ക് -1 ഈക്വൽ ഇൻ്റർവെൽസ് ആണെങ്കിൽ -1, -2, -3 സീറോയുടെ മുകളിലേക്ക് വരും. താഴോട്ട് 1, 2, 3, 4. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ C is equal to 10. ഈ 285 - 275 C equal to 10. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം, അല്ലാണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ 0, -1, -2, -3 സീറോയുടെ താഴോട്ട് 1, 2, 3, 4. ഇനി അതിൻ്റെ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എഴുതുക. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് 8, 10, 16, 15, 10, 8, 13, 20. So the summation sigma f is equal to 100. So we have to calculate FU, which is equal to -8 into 3, -24, -10 into -2, -20, -1 into 16, -16, 0, 10, 16, 8 into 16, 3 into 13, 39, 4 into 20, 80. So we have to apply the x bar in the formula A plus C into sigma FU by N. അപ്പോൾ സിഗ്മ എഫ് നമ്മുടെ A is equal to 285 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. C is equal to 10. സിഗ്മ FU is equal to 85 by 100. So 8.5. 10 into 8, 10ഉം 100ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 വരും. ഡിനോമിനേറ്ററിൽ 85 by 10, 8.5. So 285 plus 8.5, 293.5 is the answer. Now second the problem. Find the mean weight of 40 male college students by using the frequency distribution table given below. So 118, 126, 3, 127, 135, 5, 136, 144, 9, 145, 143, 12, 154, 162, 5, 163, 171, 4, 172, 182. ഇതിൻ്റെ ക്ലാസ് മാർക്ക് വരിക രണ്ടിൻ്റെയും കൂടെ ആവറേജ് is 122, 122, 131, 140, 149, 158, 167, 196. ഇപ്പോൾ ഇവിടെ 7 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ ഫോർത്ത് വാല്യൂ വി ക്യാൻ ടേക്ക് as A. So this is A. Take this as, here U will be 0 and C is equal to 9. This difference 149 minus 140 is equal to 9. 140 minus 131 എല്ലാം ഈക്വൽ ഇൻ്റർവെൽസിലാണ്. സോ C equal to 9. ഇനി ഇവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 എഴുതുക, മുകളിലേക്ക് -1, -2, -3 എഴുതുക, താഴോട്ട് 1, 2, 3 എഴുതുക.
എഫ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഴുതുക. എഫ് യു ഇസ് ഈക്വൽ ടു -3 into -3 into -3 -9, 5 into -2 -10, 9 into -1 -9, 0 into 12 0, 1 into 5 5, 2 into 4 8, 3 into 2 6. So sigma f is equal to 40, sigma f u is equal to 90. So x bar is equal to a plus c into sigma f u by n, sigma f. So which is equal to 149 plus c is equal to 9, sigma f u is equal to -9 by 40, which is equal to 149 minus 9 into 9 is 81 by 40. 81 by 40 is 2.025 is equal to 146.965. Next problem. In a company having 80 employees, 60 and 10 rupees per hour. ഇതിൽ നമുക്ക് ഫ്രീക്വൻസി ടേബിൾ ആയിട്ടല്ല തന്നേക്കുന്നത്, നമ്മൾ അത് വെച്ചിട്ട് ഫ്രീക്വൻസി ടേബിൾ എഴുതുക. 20 and 13 rupees per hour. അപ്പോൾ എഫ് 16, നെക്സ്റ്റ് എഫ് 20 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു അതിൻ്റെ എക്സ് 60 and 10 rupees. So x is equal to 10. അടുത്തത് x is equal to 13. Determine the mean earnings per hour. So we have to find sigma fx by sigma f. So 860. നമ്മളിവിടെ 10ഉം 60ഉം 600, 13 into 20 260. ഇത് രണ്ടും കൂടെ sigma f is equal to 60 plus 20 80. Sigma fx is equal to 860. 860 by 8 is equal to 10.75. Would the answer in part be the same if the 60 employees earn a mean hourly wage of നമുക്ക് പാർട്ട് എയിൽ 10.75 ആണ് കിട്ടിയിരിക്കുന്നത്. ഇഫ് ദ 60 എംപ്ലോയീസ് ഏൺ എ മീൻ അവർലി വേജ് ഓഫ് 10 rupees per hour. 60 എംപ്ലോയീസ് എഫ് 60 തന്നിട്ടുണ്ട്, 60ക്ക് 10ഉം ബാക്കിയുള്ളവർക്ക് തന്നിട്ട് 20 എംപ്ലോയീസിന് F2ൽ 20 നമ്മൾ M2 കണ്ടുപിടിക്കണം. ബാക്കി എംപ്ലോയീസ് 20 ഉള്ളത്, ബാക്കിയുള്ളവർ 20 into 13 by 20 is equal to 13. So the answer will be same. F1 M1 by plus F2 M2 by F1 plus F2 is equal to 60 into 10 plus 20 into 3 by 60 plus 20 is equal to 860 by 80 is equal to 10.75 rupees. അപ്പോൾ സെയിം ആസ് ഇൻ ദ പാർട്ട് എ. ഇനി പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻ, ഡു യു ബിലീവ് ദ മീൻ അവർലി വേജ് ടു ബി ടിപ്പിക്കൽ? നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, ടിപ്പിക്കൽ ആണോ ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ്, we can say that rupees 10.75 is a typical hourly wage in the sense that the most of the employees earn rupees 10, which is not too far from 10.75 per hour. ഇപ്പോൾ 10.75 ഇപ്പോൾ ഇതിൽ ആവറേജ് ആയിട്ട് നമുക്കത് ടിപ്പിക്കലായിട്ട് തന്നെ ഇതിൽ പറയാം. ഈ കേസിൽ, എല്ലാ കേസിലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ട്, table shows the IQs of 480 school children. First question, at a certain elementary school. ഇവിടെ നമുക്ക് x തന്നെയാണ് തന്നിരിക്കുന്നത്. Using the coding method, find the mean. X equal to 70, 74, 78, 82, 86, 90, 94, 98, 102, 106, 110, 114, 118, 122. ഇവിടെ 6, 9, 11, ഇവിടെ 14 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളൊരു 7th പൊസിഷനിൽ 3, 4, 5, 6, 7, 70, 94. അപ്പോൾ 94ൽ നമുക്ക് ഇത് എ ആയിട്ട് എടുക്കാം. അപ്പം ഇവിടെ എ ആയിട്ട് വരുവാണെങ്കിൽ സി ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ ഡിഫറൻസ് 74 മൈനസ് 70 ഈക്വൽ ടു സി ഇസ് ഈക്വൽ ടു 4 ആണ് ഈ പ്രോബ്ലത്തിൽ. അപ്പം സിഗ്മ യു ഇസ് ഈക്വൽ ടു, ഇപ്പം നമ്മൾ 94 ആണ് എ ആയിട്ട് എടുക്കുന്നതെങ്കിൽ 94ന് കറസ്പോണ്ടിങ് ആയിട്ട് 0 വരും. ബാക്കി അങ്ങോട്ട് ആ യുവിൻ്റെ ഇസ് ഈക്വൽ ടു കോളത്തിൽ ഒരു കോളം കൂടി ഇവിടെ എക്സ്ട്രാ വരുന്ന യു ആണ്. അതിൽ 94 ആണ് 0 എങ്കിൽ
ഇവിടെ -90ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് -1 വരും, 86ന് കറസ്പോണ്ടിങ് ആയിട്ട് -2, മുകളിലേക്ക് -1 -2 അങ്ങോട്ട് പോകും, താഴോട്ട് +1 +2. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് സിഗ്മ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ഫൈൻഡ് ദ അരിത്തമെറ്റിക് മെത്തേഡ് ബൈ ലോങ് മെത്തേഡ് ആൻഡ് കോഡിംഗ് മെത്തേഡ്. അപ്പം കഴിഞ്ഞ ദിവസം ചെയ്തതാണ്, എന്ന് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ലോങ് മെത്തേഡിൽ യു ഒന്നും കണ്ടുപിടിക്കേണ്ട, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. fx സിഗ്മ fx ബൈ സിഗ്മ f ചെയ്താൽ മതി. അവിടെ യു കാണണ്ട, ഇവിടെ നമുക്കൊരു യു എന്നുള്ള സ്റ്റെപ്പ് കൂടുതലുണ്ടാവും കോഡിംഗ് മെത്തേഡിൽ. ഇതും അടുത്തതും നമുക്ക് കോഡിംഗ് മെത്തേഡ് വെച്ച് തന്നെ ചെയ്താൽ മതി. ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഫോളോയിങ് ഡേറ്റ. അപ്പോൾ 3 പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളത് ചെയ്തിട്ട് അസൈൻമെൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് പോർഷൻ ഈസ് മീഡിയൻ. മീഡിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഡിസെൻഡിങ് ഓർഡറിൽ അസെൻഡിങ് ഓർഡറിലൊക്കെ സെറ്റ് ഓഫ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മിഡിലിൽ വരുന്ന നമ്പറാണ് മീഡിയൻ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 3, 4, 4, 5 ഇതിപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറവുള്ളത് 3, എന്നിട്ട് കൂടി വരുന്ന രീതിയിൽ. അപ്പോൾ 10, ഇതിലെ മിഡിലുള്ള വാല്യൂ 6. ദിസ് ഈസ് ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മിഡിലിൽ എക്സാക്ട്ലി മിഡിൽ വരുന്ന ഒരു നമ്പർ ഉണ്ട് 6. ഇനി ഇതിലിപ്പോൾ നെക്സ്റ്റ് കേസിൽ 1, 2, 3, 4, 5, 6, 7, 8 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ മിഡിലിൽ 2 നമ്പേഴ്സ് വരും, 11ഉം 12ഉം 9ഉം 11ഉം വരും. 4th 5th പൊസിഷനിൽ 9ഉം 11ഉം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആവറേജ് ആണ് അതിൻ്റെ മീഡിയൻ. The median of a set of numbers arranged in order of magnitude, that is in an array, the middle value of the arithmetic mean of the middle values. ഒരു വാല്യൂ ഉള്ളെങ്കിൽ ആ വാല്യൂ എടുത്ത് എഴുതുക, 2 ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ്. ഫോർ എ ഗ്രൂപ്പ് ഡേറ്റ the median is given by L1 plus n/2 minus m into c by f, where L1 is the lower class boundary of the median class, that is the class containing the median. Next n is the total frequency. നമ്മൾ നേരത്തെ ഇതിലെല്ലാം ചെയ്ത പോലെ സിഗ്മ എഫ് ആണ്. m is equal to sum of frequencies of all classes lower than the median classes. അപ്പോൾ അതിൻ്റെ താഴെയുള്ള മീഡിയൻ ക്ലാസ്സിന് താഴെയുള്ള എല്ലാ ക്ലാസ്സിലെ സം ഓഫ് സിഗ്മ എഫ് ആണ് m. f is frequency of the median class. corresponding median classന്റെ ഫ്രീക്വൻസി ആണ് f. c size of, അപ്പോൾ c നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, m പുതിയൊരു നൊട്ടേഷനാണ്, പുതിയൊരു ഡെഫിനേഷനാണ്. f ഫ്രീക്വൻസി, സിഗ്മ എഫ് അല്ല ഇവിടെ എടുക്കുന്നത്, f മാത്രമേ എടുക്കുന്നുള്ളൂ. n/2 n is ടോട്ടൽ ഫ്രീക്വൻസി തന്നെയാണ്. n ഉം c ഉം സെയിം ആണ്. L1 ലോവർ ക്ലാസ് ബൗണ്ടറി. Note, geometrically the median is the value of x corresponding to the vertical line which divides a histogram into 2 parts having equal area. അപ്പോൾ നടുക്ക് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ജിയോമെട്രിക്കലായിട്ട് പറയുവാണെങ്കിൽ മീഡിയൻ. ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദ ക്ലാസ് കറസ്പോണ്ടിങ് ടു ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് ഗ്രേറ്റർ ദാൻ n/2 is the median class. ഇനി എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. The ATM transactions per day was recorded at 50 locations in a large city. The data were, അപ്പോൾ നമ്മൾ ഇതിനെ ആദ്യം 35, 49, 225, 50, 30, 65, 40, 55, 52, 76, 48, 325, 47, 32, 60. അപ്പോൾ നമ്മൾ ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഇതിനെ ഏറ്റവും ആദ്യം ഇതിനെ ഒരു അറേ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. we have to arrange in order. So 30, 32, 35. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് അസെൻഡിങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് 30, പിന്നെ ഇവിടെ നിന്ന് നോക്കുക 32, അപ്പോൾ 15 എണ്ണം അങ്ങനെ നിരത്തി എഴുതുക. 15, 40, 47, 48, 49, 50, 52, 55, 60, 65, 76, 225, 325. അപ്പോൾ ഇതിൽ 55 8th പൊസിഷനിൽ വരുന്നത് 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഇവിടെ 50 ആണ് 8th പൊസിഷനിൽ വരുന്നത്. സോ ഓൺലി 1 മിഡിൽ വാല്യൂ, ദാറ്റ് ഈസ് 50 ഈസ് ദ റിക്വയർഡ് മീഡിയൻ. ഇനി ഈ
If 85 and 150 numbers are arranged in an array, then how would you find the median of the numbers? 85 ഉള്ളെങ്കിൽ അതിൻ്റെ എത്ര എണ്ണം ഉണ്ടാവും? ടോട്ടൽ 85 ഉള്ളത്. അപ്പോൾ അതിൻ്റെ മിഡിൽ വാല്യൂ വരുന്നത് 85/2 42.5. അത് 43rd പൊസിഷനാണ്. 43rd. Since there are 85 items, an odd number, there is only one middle value with 42 numbers below and 42 numbers above it. Thus the median is the 43rd number in the array. അപ്പോൾ അതിൻ്റെ ഹാഫ് നോക്കുക. അതിനോട് 42 above 42 below ആയിട്ട് വരിക. 150 വരുമ്പോൾ ഈവൻ നമ്പർ ആണ്. അപ്പോൾ രണ്ട് മിഡിൽ വാല്യൂസ് ഉണ്ടാവും. 150യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 75 ആണ്. അപ്പോൾ 75ഉം 76ഉം. There are two middle values with 74 numbers below and 74 numbers above. So the middle values are 75 and 76. So the arithmetic mean of 75th value plus 76th value is the median. Next problem, find the median of weight of the 40 male college students by using the frequency distribution table given below. 118 126 3, 127 135 5, 136 144 9, 145 153 12, 154 162 5, 163 171 4, 172 182, total 40. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇതിനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ 40 ആയതുകൊണ്ട് 20 വരുന്ന നമ്മളിപ്പോൾ ഇവിടെ എഴുതുവാണ്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് എഴുതുമ്പോൾ 3 + 5 8, 8 + 9 17, 17 + 12 29. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാഫ് 20 വരുന്നത് 20 21 അതാണ് നോർമലി വരേണ്ടത്. അത് വരുന്ന ക്ലാസ് ആണ് 145 153. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് വെച്ചിട്ട് കണ്ടുപിടിച്ചു. അടുത്തത് 29 + 5 34, 34 + 4 38, 38 + 2 40. അപ്പോൾ ഇതിൻ്റെ ഹാഫ് വരുന്നത് മീഡിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡിൽ വാല്യൂ വരുന്ന കേസ് 2021 എന്നുള്ളത് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മീഡിയൻ ക്ലാസ്. 145 153 ആണ് മീഡിയൻ ക്ലാസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ here the median lies in the 4th class, which is therefore the median class. So L1 is equal to അതിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറി. ലോവർ ക്ലാസ് ബൗണ്ടറി എഴുതുമ്പോൾ ഇവിടെ ക്ലാസ് ബൗണ്ടറിയിൽ വേണം എഴുതാനായിട്ട്. ലോവർ ക്ലാസ് ലിമിറ്റ് അല്ല വേണ്ടത്, ബൗണ്ടറിയാണ്. സോ ഇതിനോടുകൂടി 0.5 സബ്ട്രാക്ട് ചെയ്യുക. 144.5. n ടോട്ടൽ ഫ്രീക്വൻസി നമ്മൾ എക്സ്പ്രഷനിൽ ഇടാൻ വേണ്ടിയിട്ട് m = σf. അപ്പോൾ ഇതിന് തൊട്ട് മുകളിൽ വരെയുള്ള സിഗ്മ എഫ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിന് തൊട്ട് മുകളിൽ ഇതാണ് മീഡിയം ക്ലാസ് 12. അതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയേക്കുന്ന m = 17. ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ് 12. സൈസ് = നമ്മൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. 142 ക്ലാസ് ഒരെണ്ണിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ എടുക്കുകയാണെങ്കിൽ 153.5 - 144.5 which is equal to 9. ഇനി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L1 + n/2 - m × c/f is equal to 146. നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. L = 144.5 plus 20, n is equal to 40/2 is 20 minus m is equal to 17, c = 9, f is equal to 12. So 3 × 9 27/12 is equal to 146.75 lb. Now next problem, the following table gives the frequency distribution of heights of the 100 students in a university. Find the median height of the students. 60 62 5, 63 65 18, 66 68 42, 69 71 27, 72 74 8. Total frequency 100. So നമ്മൾ ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് ക്ലാസ് ബൗണ്ടറിയിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാലും മതി. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്ലാസ് ബൗണ്ടറി എന്നുള്ള മനസ്സിലേക്ക് വരണം. 60 62
frequency is 5. So cumulative frequency 5. 63, 65, 18. 18 plus 5, 23. അടുത്തത് 66, 68, 42. 23 plus 42, 65. 65 plus 27, 92. 92 plus 8, 100. 100ന്റെ പകുതി 50. 49ഉം അല്ല 15, 51ഉം വരുന്നതാണ് മിഡിലിൽ വരിക. അപ്പോൾ ആ ക്ലാസ് വരുന്നത് ഇവിടെയാണ്. 65 എന്നുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് അത് നമ്മൾ പറയുക. അത് വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ അപ്പോൾ ഇത് 66, 68 ആണ് മീഡിയൻ ക്ലാസ്. ആൻഡ് ദ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഈസ് 42. F is equal to 42. M is equal to തൊട്ട് മുകളിലുള്ള cumulative frequency which is equal to 23. Total frequency 100. Lower limit of capital L is lower class boundary of the median class. അപ്പോൾ ഇത് ക്ലാസ് ബൗണ്ടറിയിലോട്ട് മാറ്റുമ്പോൾ 60.5 സബ്ട്രാക്ട് ചെയ്യുക. 65.5. N is equal to total, ഇത് നമ്മൾ കണ്ടാണ്, M കണ്ടതാണ്, F കണ്ടാണ്. C is equal to ഇതിൻ്റെ ക്ലാസ് ലിമിറ്റ് 68.5 മൈനസ് 65.5 is equal to 3. ഇനി നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L1 plus N by 2 minus M into C by F. L1 is equal to 65.5 plus 50 into 23 into 3 by 42 which is equal to 67. കാൽക്കുലേറ്റർ ചെയ്യുക. 50 minus 23, 27 into 3 by 42 which is equal to 27 by ഒരു 3 വെച്ച് ക്യാൻസൽ 14. 65.5 plus 1.9 which is equal to 67.4. ഇപ്പോൾ രണ്ട് പ്രോബ്ലം ആണ് ഇനി മീഡിയൻ്റെ അസൈൻമെൻറ്റിൽ നോട്ട്സിലുള്ളത്. അതിൽ സെക്കൻഡ് പ്രോബ്ലം ഞാൻ ചെയ്യുവാണ്. ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ അരിത്തമെറ്റിക് മീൻ ചെയ്യുന്നതിൻ്റെ അസൈൻമെൻറ്റിൻ്റെ കൂടെ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം ഈസ് ക്ലാസ് 0 to 10 frequency is 12. So we have to write the cumulative frequency 12. 10 to 20, 18. So this will be 30. 20 to 30, 27. We have to add this one. 30 plus 27, 57. 30 to 40, 20. 57 plus 20, 77. 42 plus 50, 17. So this becomes 94. And one more 6. So this becomes 100. So this is the cumulative frequency. So now we have to find the 100 by 2, 50, 49, 50. That class is coming in. This is the median class. So this is 57 corresponding to this is 20, 30 is the median class. So this is F. This is M. So we have to write here 20, 30 is the median class. So L1 is equal to ഇവിടെ ക്ലാസ് ബൗണ്ടറിയിൽ സെയിം ആണ്. സോ ലിമിറ്റ് 20, 30 is equal to F is equal to 27. C is equal to 10. M is equal to 30. So our expression is median is equal to L1 plus N by 2 minus M by F into C, which is equal to L1 is equal to 20 plus N is equal to 100 by 2 is 50. So N is equal to 100. That value is also we have to record. Minus M is equal to 30 by F. F is equal to 27 into 10, which is equal to 20 plus
100 by 2 is 50. 50 minus 30 is 20 by 27 into 10, which is equal to 20 plus 200 by 27, which is equal to 20 plus 7.40, which is equal to 27.40.